ഇറാനിൽ US നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായി യുദ്ധം പ്രഖ്യാപിച്ച് യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ ചെങ്കടലിൽ US ചരക്ക് കപ്പലുകൾക്കും യുദ്ധക്കപ്പലുകൾക്കുമെതിരെയുള്ള ആക്രമണം വീണ്ടും തുടങ്ങുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. വീഡിയോ സന്ദേശത്തിൽ ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരിയാണ് US-ന് മുന്നറിയിപ്പ് നൽകിയത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ഹൂതികൾ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണം തുടങ്ങിയത്. പിന്നാലെ ഇസ്രായേലിലും ഹൂതികൾ കനത്ത ആക്രമണം തുടർച്ചയായി നടത്തുന്നുണ്ട്. ഹൂതികളെ ലക്ഷ്യമിട്ട് US യമനിൽ ആക്രമണം നടത്തിയിരുന്നു. ചെങ്കടലിൽ USS ട്രൂമാൻ എന്ന അത്യാധുനിക യുദ്ധക്കപ്പലിൽ നിന്നാണ് US യമൻ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ഇതോടെ ഇസ്രായേലിനൊപ്പം USS ട്രൂമാൻ ലക്ഷ്യമിട്ടും ഹൂതികൾ ആക്രമണം തുടർന്നു. ശക്തമായ ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. ഒടുവിൽ ആക്രമണത്തിൽ നിന്ന് USS ട്രൂമാൻ പിന്മാറുകയും ചെയ്തു. അതിനിടെ ഇസ്രായേലിനെ സഹായിക്കരുതെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു. ഇസ്രായേലിന് സൈനിക സാമഗ്രികൾ നൽകരുതെന്നും ഇസ്രായേലിനെ സഹായിക്കുന്നവരെ യുദ്ധത്തിൽ കക്ഷിയായി കണക്കാക്കുമെന്നും മറ്റു രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന് സൈനിക സാമഗ്രികൾ നൽകുന്നവർ ഇറാന്റെ ലക്ഷ്യമായി മാറുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലിൽ ഇറാൻ ആക്രമണം കടുപ്പിച്ചു. ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈലുകൾ എത്തിയതായി IDF-ന്റെ വക്താവ് അറിയിച്ചു. ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും സൈനിക വക്താവ് വ്യക്തമാക്കി. ഇസ്രായേലിലെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഷെൽട്ടറുകളിലേക്കും സുരക്ഷിത മേഖലയിലേക്കും മാറാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബെൻ ഗുരിയോൺ വിമാനത്താവളം ഉൾപ്പെടെ ഇസ്രായേലിലെ നിരവധി മേഖലകളിൽ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയതായി ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ജെറുസലേമിൽ സ്ഫോടനം നടന്നതായും ടെലവിവിൽ സൈറൻ മുഴങ്ങിയതായും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കിയതോടെ ഇസ്രായേൽ വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചു. ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ LL, ഇസ്രായേൽ എയർലൈൻസ്, അർക്കിയ, ഇസ്രയർ എന്നിവ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ സർവീസുകൾ നടത്തില്ല. ജൂൺ 27 വരെ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. US ആക്രമണങ്ങളെ സർവ്വശക്തിയും ഉപയോഗിച്ച് ചെറുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. US-ന് ധാർമ്മികതയില്ല, ഒരു നിയമവും പാലിക്കുന്നില്ല. US-ന്റെ സൈനിക ആക്രമണത്തിനും ഈ തെമ്മാടി സർക്കാർ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾക്കുമെതിരെ സർവ്വശക്തിയും ഉപയോഗിച്ച് നിൽക്കും, ഇറാൻ വക്താവ് അറിയിച്ചു. ഫോർദോ, നദാൻസ്, എസ്ഫാൻ ആണവ നിലയങ്ങളിലാണ് US ആക്രമണം നടത്തിയത്. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയം തകർക്കാൻ ശേഷിയുള്ള GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് ആക്രമണം നടത്തിയത്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. US-ഉം ആക്രമണത്തിൽ പങ്കാളിയായതോടെ മിഡിൽ ഈസ്റ്റ് സംഘർഷം കൈവിടുകയാണ്.